പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ മാസം മുഴുവനും നമ്മുടെ കുടുംബവൃക്ഷത്തെ, മരിച്ചുപോയ നമ്മളെ പ്രിയപ്പെട്ടവരെ, അപ്പന്റെ കൈവഴി, അമ്മയുടെ കൈവഴി, മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഒരുപാട് ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചു പോയ ചില പാപങ്ങള്, അകൃത്യങ്ങള്, ഓരോ മേഖലയിൽ നിന്ന് മരിച്ചുപോയവര്, അവരെല്ലാവരെയും നമ്മൾ സമർപ്പിച്ച് ഈ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഇന്ന് കുറച്ച് 2-3 ദിവസങ്ങള് പ്രത്യേകിച്ചും ഈ പൂർവികരുടെ കടന്നു വന്ന ചില ശക്തികളുണ്ട്. 1 പത്രോസ് 1:18 പറയുന്നുണ്ടല്ലോ, പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്. ആ ജീവിത രീതിയിൽ നിന്ന് വന്ന പാപത്തിന്റെ അല്ലെങ്കിൽ അനന്തര ഫലങ്ങള് പല പല ആധിപത്യങ്ങളായിട്ട്, ശക്തികളായിട്ട് നമ്മുടെ കുടുംബത്തില് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മള് ബന്ധിച്ച് അതിൽ നിന്നൊരു വിടുതലിന് വേണ്ടി വീണ്ടെടുക്കപ്പെട്ടത് എന്നാണ് പറഞ്ഞ. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, പിന്നെയോ കളങ്കമോ കറയോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെത് പോലെയുള്ള യേശു ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം കൊണ്ടത്ര. കർത്താവിന്റെ ബലിയിലൂടെ നമ്മെ രക്ഷിക്കാൻ വേണ്ടി, വീണ്ടെടുക്കാൻ വേണ്ടി ഈശോ ചിന്തിയ രക്തത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറയെ നമ്മൾ വിടുവിച്ചെടുക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ശക്തികളെ കുറിച്ച് നമ്മൾ ധ്യാനിച്ച് മനസ്സിലാക്കി അതിൽ നിന്നൊരു വിടുതലിന് വേണ്ടി നമ്മൾ ദിവ്യകാരുണ്യ സന്നദ്ധയിൽ പ്രാർത്ഥിക്കാൻ പോയി. നമ്മൾ ഇന്ന് ചിന്തിച്ച് ധ്യാനിക്കുന്ന വിഷയം, ചില രോഗശക്തികൾ നമ്മുടെ കുടുംബത്തിൽ കിടക്കുന്നുണ്ട്. പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന ചില രോഗശക്തികൾ. ആ രോഗം വരാൻ പല കാരണങ്ങളായിരിക്കും. നമുക്കറിയാം, ഓരോ രോഗത്തിന്റെ മേഖലകള്, ചില മേഖല കടന്നു പാപത്തിന്റെ, അകൃത്യത്തിന്റെ, പ്രമാണലംഘനത്തിൽ വന്നതായിരിക്കാം. ആ രോഗത്തിന്റെ ശക്തി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസ്ഥകള് പല കുടുംബത്തിലും കണ്ടിട്ടുണ്ട്. നമ്മൾ പരിശോധിക്കുമ്പോ ചില കുടുംബങ്ങളിൽ ചില രോഗങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ക്യാൻസർ രോഗം. അപ്പന് ക്യാൻസർ, അപ്പന് ക്യാൻസർ, മകന് ക്യാൻസർ, കൊച്ചുമക്കൾക്ക് ക്യാൻസർ. അങ്ങനെ ആ ഒരു രോഗത്തിന്റെ ഒരു ശക്തി ആ കുടുംബത്തിൽ ആധിപത്യം പുലർത്തിയ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, കൊളസ്ട്രോള്, ഷുഗർ, അങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ പറയാറില്ലേ, എന്റെ അപ്പന് ക്യാൻസറാ, അമ്മയ്ക്ക് ക്യാൻസറാ, അല്ലെങ്കിൽ അപ്പന് ക്യാൻസറാ. അത് നമ്മുടെ കുടുംബത്തിലുണ്ട്. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് മക്കളിലേക്ക് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ അപ്പന് ഷുഗറാ, അമ്മയ്ക്ക് ഷുഗറാ, അപ്പന് ഷുഗറാ. ഒരു ഹിസ്റ്ററി ഉണ്ട്, രോഗത്തിന്റെ ഒരു ഹിസ്റ്ററി. പ്രിയപ്പെട്ട മക്കളെ, ഈ രോഗശക്തിയെ നമ്മൾ അവസാനിപ്പിക്കണം. യെശയ്യാ-പ്രവാചകന്റെ പുസ്തകത്തില് 53-ാം അധ്യായത്തില്, നമ്മുടെ മുറിവുകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ പാപത്തിന്റെ ക്ഷതങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേറ്റു, അവന്റെ മുറിവിനാൽ ആ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തത്താല്, അവന്റെ മുറിവിനാല് സൗഖ്യത്തിലേക്ക്, വിടുതലിലേക്ക് കർത്താവ് നമ്മെ നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ തിരുരക്തത്തിന്റെ ശക്തിയാല്, കളങ്കമോ കറയോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെത് പോലെയുള്ള യേശു ക്രിസ്തുവിന്റെ അമൂല്യ രക്തത്താല് ഞങ്ങളുടെ കുടുംബത്തെ, തലമുറയെ, ശരീരത്തെ പിതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട രോഗശക്തിയിൽ നിന്ന് വിടുവിച്ചെടുക്കണമേ എന്ന് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകും. അനേക മക്കൾ, ചിലപ്പോ കൊച്ചു മക്കൾക്ക് പോലും ഈ രോഗങ്ങള്, ഷുഗർ, ക്യാൻസർ, അല്ലെങ്കിൽ പല പല രീതിയിലുള്ള രോഗശക്തികൾ
ഈ രോഗശക്തിയെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ വീണ്ടെടുക്കുന്ന കുരിശിലെ ബലിയിലൂടെ, തിരുരക്തത്തിന്റെ ശക്തിയിലൂടെ, തിരുമുറിവിന്റെ ശക്തിയിലൂടെ നമ്മൾ വിടുവിച്ചിരണം. നമ്മൾ അതിനുവേണ്ടി ഇന്ന് രോഗശക്തികളിൽ നിന്ന് ഞങ്ങളുടെ തലമുറയെ, ഞങ്ങളുടെ മക്കളെ വിടുവിക്കണമേ എന്ന് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഓരോരോ ശക്തികളെയും ഈ ദിവസങ്ങളിൽ കർത്താവിനെ ബലി, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മുറിവുകൾക്ക് വേണ്ടി മുറിവേറ്റ് അവന്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യം നൽകി രക്തത്താൽ വീണ്ടെടുത്ത് നമ്മെ പുതിയ സൃഷ്ടികളാക്കി മാറ്റുന്ന കർത്താവിന്റെ രക്ഷാകര പ്രവൃത്തി ശക്തി സ്വന്തമാക്കണം. ഞാൻ പറയും, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടാൽ പിന്നെ എന്റെ സിരകളിലൂടെ ഒഴുകുന്ന രക്തം എന്റെ അപ്പന്റെയോ പാരമ്പര്യത്തിന്റെയോ രക്തമല്ല, പിന്നെയോ എന്നെ വീണ്ടെടുത്ത യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ സാന്നിധ്യം നിറയുമ്പോ ആ രക്തമാണ് ഒഴുകുന്നത്. ആ രക്തത്തിൽ ക്യാൻസർ ഇല്ല, ആ രക്തത്തിൽ ഷുഗർ ഇല്ല, ആ രക്തത്തിൽ രോഗശക്തിയില്ല. ആ രക്തം ജീവദായകമായ രക്തമാണ്. ആ രക്തത്താല് എന്നെ വീണ്ടെടുക്കണമേ, എന്റെ മക്കളെ വീണ്ടെടുക്കണമേ, എന്റെ തലമുറയെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കിന്ന് കർത്താവിന്റെ ആ മഹാകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദിവസങ്ങൾ ഞാൻ പറയണം, മക്കളെ എല്ലാവരും കുമ്പസാരിച്ച് നല്ലപോലെ ഒരുങ്ങി നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചു പോയ പാപത്തിന്റെ അതിലൂടെ വന്ന ഓരോരോ മേഖലകളൊക്കെ എടുത്തെടുത്ത് സമർപ്പിച്ചും പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട വിടുതൽ നമുക്ക് വേണം. ഈ ശക്തികൾ നിർവീര്യമാക്കപ്പെടണം. അത് നമ്മുടെ അവകാശമാണ്, കർത്താവിന്റെ മക്കളുടെ അവകാശമാണ്. അതിനുവേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചത്, അതിനുവേണ്ടിയാണ് യേശു രക്തം ചിന്തിയത്. ഈ രക്തത്തിന്റെ യോഗ്യതയാൽ, കുരിശുമരണ ശക്തിയാൽ നമുക്ക് വീണ്ടെടുക്കപ്പെടണം. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കരുണ നമ്മുടെ കൂടെയുണ്ട്. ദിവ്യകാല സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. കാര്യങ്ങൾ പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതെല്ലാം സംഭവിക്കുന്നത് കർത്താവിന്റെ കുരിശിലെ ബലിയിലാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. മാത്രമല്ല മക്കളെ, ആ ദിവ്യ കാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കണം. നിങ്ങൾക്ക് അടുത്ത് നിത്യാരാധനയുണ്ടോ? നിങ്ങൾ നിർബന്ധമായിട്ട് നിത്യാരാധനയ്ക്ക് പോയിരിക്കണം. ഈ മേഖലയ്ക്ക് വേണ്ടി കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാന മുടക്കല്ലേ. ഞാൻ എൻ്റെ സങ്കടം പറയട്ടെ, നമ്മുടെ വിശുദ്ധ കുർബാനയെ കുറിച്ചോ, നമുക്ക് ദൈവം തന്ന രക്ഷാകരമായ വീണ്ടെടുപ്പിന്റെ സാന്നിധ്യമായ വിശുദ്ധ കുർബാനയും ദിവ്യ കാരുണ്യവും അനുഭവിച്ച് സ്വന്തമാക്കിയാൽ മതി. ഇതൊന്നും നമ്മുടെ കുടുംബത്തെ സ്വാധീനിക്കില്ല. എന്നാൽ കഷ്ടമെന്ന് പറയട്ടെ, വിശുദ്ധ കുർബാനയുടെ അടുത്തേക്ക് വരാനോ ദിവ്യകാരുണ്യനാഥനെ അറിഞ്ഞ് ആ കരുണ സ്വന്തമാക്കാനോ പറ്റാത്ത വിധം നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ വൈദികരെ, നമ്മുടെ സന്യസ്തരെ, നമ്മുടെ അഭിവന്യ പിതാക്കന്മാരെ പിശാചി കെട്ടിവച്ചിരിക്കുക. അവൻ ഈ അടിമത്വത്തില്, ഈ ശക്തികളിൽ പെടുത്തി നമ്മെ നശിപ്പിക്കുക. എല്ലാത്തിനും പരിഹാരമുള്ള വീണ്ടെടുപ്പിന്റെ കർത്താവിന്റെ കരുണ സ്വന്തമാക്കി എന്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് മോചനം പ്രാപിക്കാൻ ഈ തിരിച്ചറിവ് ലഭിച്ചവര്, എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ മക്കളെ, വേറൊരു വഴിയില്ല. ഇന്ന് അച്ഛനെ കാണാൻ വേണ്ടി കുറെ പേര് വിളിക്കുന്നുണ്ട്. അച്ഛനെ കാണണം, ആ തടസ്സം, ഈ തടസ്സം, ഈ അവസ്ഥ, ഈ രോഗം. മക്കളെ, അച്ഛനെ കണ്ടിട്ട് കാര്യമില്ല. ഒരച്ഛന്മാരെ പിന്നാലെ ഓടിയിട്ടും കാര്യമില്ല. ഒരു ഉടമ്പടിക്കും ഓടിയിട്ട് കാര്യമില്ല. ഏക ഉടമ്പടിയുണ്ട്, പുതിയ ഉടമ്പടിയുടെ രക്തമുണ്ട്. പുതിയ ഉടമ്പടിയുടെ രക്തമുണ്ട്, വീണ്ടെടുത്ത രക്തം. അത് ചിന്തപ്പെടുന്നത് കർത്താവിന്റെ വിശുദ്ധ ബലിയില, പരിശുദ്ധ കുർബാനയില, ദിവ്യ കാരുണ്യത്തിന്റെ സന്നദ്ധിയില. അവിടെ പൊരുക്കി ബലിയർപ്പിക്കും. അതിനുവേണ്ടി മാനസാന്തരപ്പെട്, കുമ്പസാരിച്ചൊരുങ്ങ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, ഈ ഒരു തിരിച്ചറിവ് എനിക്ക് ഭയങ്കര സങ്കട. ആരോട് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവണില്ല. ആൾക്കാർക്ക് അച്ഛനെ കാണാം, അവിടെ പോയി ഇവിടെ പോയി. എന്റെ മക്കൾ, ഇതാണ് വഴി. അച്ഛൻ ഈ പറയുന്നത് നിങ്ങൾ ഗൗരവത്തോടെ എടുത്ത് ചെയ്യേണ്ട മക്കളെ, ചെയ്യേണ്ട മക്കളെ. കർത്താവിന്റെ കരുണ നമ്മുടെ അരികിലുണ്ട്. രക്തത്തിന്റെ, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. വീണ്ടെടുക്കപ്പെടാനുള്ള ഭാഗ്യം നമുക്കുണ്ട്. സ്വന്തമാക്കുക. നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഒരിക്കലും കൂടി അച്ഛൻ പറയാണ്, നിങ്ങൾ ഈ ചാനൽ എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കണം. വലിയ വിടുതലും വലിയ രക്ഷയും വീണ്ടെടുപ്പും നൽകുന്ന കർത്താവിന്റെ വലിയ കരുണയാണ് മക്കളെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അനുഭവിക്കുന്നത്. ഇനി ഡിസംബർ മാസത്തിലൊക്കെ മക്കൾക്ക് വേണ്ടി ശക്തമായ പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കണം. ഓരോ ബേസുകൾ ഒരുക്കി, കാരണങ്ങൾ എടുത്തു മാറ്റി, ചില ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കർത്താവ് കുറിച്ച് പൂർത്തീകരിച്ച ആ രക്ഷ നമുക്ക് സ്വന്തമാക്കി എടുക്കണം. എടുത്തേ പറ്റൂ. വേറെ ഒരു വഴിയില്ല, ഒരു വഴിയില്ല.
അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, സങ്കടത്തോടെ അച്ഛൻ പറയാണ്, ദയവ് ചെയ്തത് മനസ്സിലാക്കാൻ നിങ്ങൾ പരിശ്രമിക്കാൻ. ഈ പറ്റണില്ലേ? പരിശുദ്ധാത്മാവേ, ഈ മക്കളെ, എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അനേകം മക്കളിലേക്ക് ശുശ്രൂഷ എത്തട്ടെ. അനേകം മക്കൾ രക്ഷയുടെ സത്യം തിരിച്ചറിയട്ടെ. ഏക സത്യ ദൈവമായ അങ്ങയെയും അങ്ങ് അർപ്പിച്ച കുരിശിലെ ബലിയെയും അനുഭവിച്ചറിഞ്ഞ് അങ്ങ് നൽകുന്ന രക്ഷ കൈവരിക്കുവാൻ ഈ മക്കൾക്കും ഇവരുടെ മക്കൾക്കും ഇവരുടെ കുടുംബത്തിനും ഇവരിലൂടെ അനേക ആയിരങ്ങൾക്കും ഇടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വലിയ പ്രാർത്ഥനയോടെ ദിവ്യഗാന സന്നിധിയില് രോഗശക്തികളിൽ നിന്ന് മോചനം നൽകി ഞങ്ങളെ വീണ്ടെടുക്കണമേ. ഞങ്ങളുടെ കൊച്ചുമക്കള്, ഒത്തിരി കൊച്ചുമക്കള് ക്യാൻസർ ബാധിച്ചും കൊളസ്ട്രോളും ഷുഗറൊക്കെ ബാധിച്ചും ചില പാരമ്പര്യ രോഗങ്ങൾ ബാധിച്ച് ഒത്തിരി വേദനിക്കുന്നുണ്ട് കുടുംബങ്ങൾ, കൊച്ചുമക്കൾ പോലും. പ്രാർത്ഥിക്കാം മക്കളെ, ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ തലമുറയെ, ഞങ്ങളുടെ പാരമ്പര്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീടിനെയും വീടിരിക്കുന്ന മണ്ണിനെയും ഞങ്ങളെല്ലാ ഉദ്യമങ്ങളെയും എല്ലാ മേഖലകളെയും എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിന് മേലുള്ള എല്ലാ രോഗശക്തികളെയും ഈശോ എന്ന് പ്രത്യേകമാവിധം അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ചില പാരമ്പര്യ രോഗങ്ങൾ കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ പോലും തടസ്സപ്പെടുത്തുന്ന ചില രോഗശക്തികള്, മാരക രോഗങ്ങള്, ക്യാൻസർ പോലുള്ള ചില മാരക രോഗങ്ങള് ഞങ്ങളുടെ കുടുംബത്തില് കർത്താവെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. തലമുറകളില് കർത്താവെ കടന്നു വന്ന രോഗശക്തികളെ, ഷുഗർ, പ്രഷർ, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, മറ്റു പല രോഗശക്തികള് ഈശോയെ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ തടസ്സപ്പെടുത്തി ഞങ്ങളുടെ കുടുംബത്തിന്റെ മേല്, തലമുറയുടെ മേല്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ മേല് ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന രോഗശക്തികളെ കർത്താവെ, രോഗത്തിന്റെ ആധിപത്യങ്ങളെ, രോഗത്തിന്റെ അധികാരങ്ങളെ അങ്ങയുടെ നാമത്തില് ഞങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവ് അങ്ങയുടെ കുരിശിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തു. അങ്ങയുടെ മുറിവിനാൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകി. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ജീവന്റെ സമൃദ്ധിയില് കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിന് മേലുള്ള, മക്കളുടെ മേലുള്ള, പാരമ്പര്യത്തിന് മേലുള്ള രോഗശക്തികളെ, അതുമായിട്ട് ബന്ധപ്പെട്ട ആധിപത്യങ്ങളെ, അധികാരങ്ങളെ യേശുവിന്റെ നാമത്തില് അങ്ങേ രക്തത്തിന്റെ യോഗ്യതയാല്, കുരിശുമാന ശക്തിയാല്, തിരുമുറിവിന്റെ യോഗ്യതയാല് കർത്താവ് ഞങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. നിർവീര്യമായി പോകട്ടെ. വലിയ സൗഖ്യ ശക്തി നിറയട്ടെ കർത്താവേ. ജീവന്റെ സമൃദ്ധി നിറയട്ടെ കർത്താവേ. രോഗത്താൽ ഞങ്ങളുടെ മക്കൾ തടസ്സപ്പെടുത്താൻ ഇടയാക്കല്ലേ. രോഗത്താൽ ഞങ്ങളുടെ മക്കൾ, ഞങ്ങളും ഞങ്ങളുടെ മക്കളും നശിക്കാനോ മരിക്കാനോ ഇടയാക്കല്ലേ. മാരക രോഗത്തിന്റെ പാരമ്പര്യ ശക്തികളെ, കുടുംബത്തിന് മേലുള്ള എല്ലാ രോഗശക്തികളെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കി ജീവദായകമായ കുരിശുമാന ശക്തിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ജീവൻ നിറയട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്ന് ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ മക്കളിലേക്കും അങ്ങയുടെ ജീവദായകമായ സൗഖ്യശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ. ഈ സമയത്ത് എല്ലാ രോഗശക്തികളും നിർവീര്യമാക്കപ്പെടട്ടെ എന്ന് അങ്ങയുടെ നാമത്തിൽ വിശുദ്ധ കുർബാനയുടെ ശക്തിയില്, ദിവ്യകാരുണ്യ ശക്തിയില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ ഇപ്പോൾ സംഭവിക്കട്ടെ. വിമോചനം സംഭവിക്കട്ടെ. രോഗശക്തികൾ നിർവീര്യമാകട്ടെ. ദൈവകൃപ നിറയട്ടെ. ദൈവിക ജീവൻ നിറയട്ടെ. സൗഖ്യശക്തി വ്യാപരിക്കട്ടെ. ശിവേ, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം കർത്താവേ, മഹത്വം. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. സൗഖ്യശക്തി വ്യാപരിക്കട്ടെ. ദൈവിക ജീവൻ നിറയട്ടെ. ദൈവകൃപ നിറയട്ടെ. മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. മാരക രോഗങ്ങൾ വിട്ടുമാറി പോകട്ടെ. പാരമ്പര്യ രോഗങ്ങൾ വിട്ടുമാറി പോകട്ടെ. അതുമായിട്ട് ബന്ധപ്പെട്ട അടിമത്തങ്ങൾ, കെട്ടുകൾ അഴിയട്ടെ. സാത്താന്റെ ആധിപത്യങ്ങൾ അവസാനിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഏറ്റെടുക്കണമേ. സൗഖ്യശക്തി നിറയട്ടെ. ദൈവിക ജീവൻ നിറയട്ടെ. ആരാധന, ആരാധന, മഹത്വം, മഹത്വം. ദിവ്യകാരുണ്യ ഈശോയെ,
പ്രാർത്ഥിക്കും. മക്കളെ, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് കർത്താവിനെ സൗഖ്യശക്തി വ്യാപരിക്കാനും ജീവന സമൃദ്ധി നിറയപ്പെടാനും വേണ്ടി പ്രാർത്ഥിക്കുക. വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് രോഗശക്തികൾ നിർവീര്യമാക്കപ്പെട്ട് സൗഖ്യശക്തിയാൽ നിറയപ്പെട്ട് വലിയ ജീവന സമൃദ്ധിയിലും കൃപാവര സമൃദ്ധിയിലും നമ്മൾ, നമ്മുടെ മക്കളും അനുഗ്രഹിക്കപ്പെട്ട് സൗഖ്യത്തിൽ എന്നും നിലനിൽക്കാൻ കർത്താവിന്റെ കരുണയ്ക്കായി, ജീവന സമൃദ്ധിക്കായി ഈ സമയം പ്രാർത്ഥിക്കുക. ഈ ആശീർവാദ സമയത്ത് ദിവ്യകാരുണ്യത്തിൽ നിന്ന് സൗഖ്യത്തിന്റെ ശക്തി ജീവന്റെ സമൃദ്ധിയായിട്ട് നമ്മുടെ മക്കളിലേക്കും കുടുംബത്തിലേക്കും നമ്മിലേക്കും വ്യാപരിക്കുകയാണ്. പാരമ്പര്യ രോഗങ്ങൾ നിർവീര്യമാക്കപ്പെട്ട് കർത്താവ് വീണ്ടെടുക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ ആശീർവാദത്തിനു വേണ്ടി എല്ലാം സമർപ്പിച്ചെന്ന് ഒരുങ്ങിക്കുക മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഓ കർത്താവേ, ദിവ്യവരങ്ങൾ ചിന്തി രോഗശക്തികൾ നിർവീര്യമാക്കി ദൈവിക ജീവന സമൃദ്ധിയില് സൗഖ്യശക്തി നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി മക്കളെയും കുടുംബത്തെയും സമർപ്പിച്ച് ആശീർവാദം സ്വീകരിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. പ്രത്യേകിച്ച് പാരമ്പര്യ രോഗത്തിന്റെ ചില ശക്തികൾ നമ്മുടെ കൊച്ചു മക്കളെ പിടികൂടിയിട്ടുണ്ട്. അനേക മക്കള് പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ ക്യാൻസറും മറ്റ് ഹാർട്ട് അറ്റാക്കും അങ്ങനെ പല രോഗങ്ങൾ, ക്യാൻസർ അല്ലോടെ ഷുഗർ പേഷ്യൻസ് ആയി മാറിയ കൊച്ചു മക്കളിലേക്ക് ദൈവിക ശക്തി നിറയപ്പെടാനും ഇന്ന് കേട്ട വചനത്തിന്റെയും ഈ ആരാധനയുടെയും കുരിശുമാനത്തിന്റെ ശക്തിയാല് നമ്മുടെ ഇങ്ങനെയുള്ള മക്കള് സൗഖ്യം പ്രാപിക്കാനും വിടുതൽ പ്രാപിക്കാനും നമ്മുടെ മക്കൾ ആശ്വസിപ്പിക്കപ്പെടാനും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച എല്ലാവരും പ്രാർത്ഥിക്കും. ഇത്തിരി കൊച്ചു മക്കള് അച്ഛനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാരമ്പര്യ രോഗത്തിൽ അടിമപ്പെട്ടു പോയ മക്കള്, ഈശോയേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ കരുണയായിരിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളുടെ മക്കളെ ആശ്വസിപ്പിക്കണമേ, സമാധാനം നൽകണമേ, ജീവന്റെ സമൃദ്ധി കൊണ്ട് ഞങ്ങളുടെ മക്കളെ തലമുറയെ അനുഗ്രഹിക്കണമേ. ആമേൻ.